ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് കേരള സ്റ്റൈലിലുള്ള ലെയേർഡ് സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോളം മൈദ ആണ്. അതിൽ സാധാരണ എല്ലാവരും പൊറോട്ട മേക്ക് ചെയ്യുന്നതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് മൈദ കുഴയ്ക്കുന്നത്. ഞാനിവിടെ ജസ്റ്റ് ഉപ്പും വെള്ളവും മാത്രം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഒരുപോലെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കരുത്. കാര്യം അത് ഒരുപാട് അങ്ങ് വെള്ളമായിപ്പോയാലും ഓൾറെഡി മൈദയ്ക്ക് നല്ലൊരു ടഫ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ച് അങ്ങ് കുഴയ്ക്കരുത്. കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. എന്നാലേ ഇത് നല്ല രീതിയിൽ സോഫ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് നമ്മൾ മൈദ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ കുഴയ്ക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. കാര്യം മൈദയ്ക്ക് നല്ല വെള്ളം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചാലേ ഇത് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പം ആവശ്യത്തിന് നല്ല രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളിങ്ങനെ കുഴച്ചെടുക്കണം. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ തന്നെ ഒരു ആവശ്യത്തിന് വെള്ളം ചേർക്കുമ്പോൾ തന്നെ കുഴയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു സോഫ്റ്റ്നെസ്. ഈ രീതിയിൽ കൈ വെച്ച് പ്രസ് ചെയ്താൽ നല്ല സോഫ്റ്റ്നെസ് കിട്ടും. അപ്പോൾ കൈയും നമ്മുടെ വേദനിക്കത്തില്ല അധികം. നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചിട്ടൊക്കെ കൊടുക്കണം. കാര്യം മൈദ ടെമ്പറുള്ള ഒരു ഐറ്റമാണ്. അപ്പം അത് നല്ല രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്തൊക്കെ കൊടുക്കണം. ഈ രീതിയിലൊക്കെ ആക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം കൈയിട്ട് കുഴയ്ക്കുന്നത് കൈക്ക് വേദന വരാത്ത രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ മൈദ നല്ല രീതിയിലൊന്ന് സോഫ്റ്റാക്കി കൊടുക്കണം. ഇങ്ങനെ അകത്തോട്ടൊന്ന് വലിച്ച് മൈദ നല്ല രീതി ഇതായിട്ട് വരുന്ന ഇതായതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ വിരിച്ചുമൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ വിരൽ കൊണ്ട് പ്രസ് ചെയ്ത് അകത്തോട്ടാക്കി ഒന്ന് കുഴച്ചുകൂടെ കൊടുത്താൽ നല്ലൊരു സോഫ്റ്റ്നെസ് മൈദയ്ക്ക് പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആവും മാവ്. ഇത് ചപ്പാത്തിക്കാണെങ്കിൽ നല്ല സോഫ്റ്റ് ആവാൻ ഈ ഒരു ട്രിക്ക് നല്ലതാണ്. നമ്മുടെ വിരൽ കൊണ്ട് പ്രസ് ചെയ്ത് അകത്തോട്ട് പ്രസ് ചെയ്ത് പോവുകയാണെങ്കിൽ നന്നായിട്ടിത് നമ്മൾ എത്രത്തോളം കുഴയ്ക്കുന്നോ കൈകൊണ്ട് കുഴയ്ക്കുന്നോ അത്രത്തോളം നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കണ്ടോ, ഈ രീതിയിൽ നല്ല രീതിയിലൊന്ന് ആദ്യം വെള്ളവും ഉപ്പും ചേർത്തൊന്ന് കുഴച്ച് വെക്കണം. ഞാനൊരു ബൗൾ എടുക്കുവാണ്. അതിലോട്ട് ആദ്യം ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തൊന്ന് കൊടുക്കുവാണ്. മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഞാനിതിലോട്ട് വയ്ക്കുകയാണ്. അതിൻ്റെ മുകളിലോട്ടും കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണ്. നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശേഷം നനഞ്ഞ തുണി, അതായത് വെറ്റ് ക്ലോത്ത് കൊണ്ട് നമുക്കിതൊന്ന് മൂടി വെക്കണം. നമ്മൾ ഹോട്ടലുകളൊക്കെ കണ്ടിട്ടില്ലേ, നനഞ്ഞ തുണി വെച്ചിട്ടാണ് അവർ. അപ്പോൾ അത് ടച്ച് ചെയ്യാത്ത രീതിയിൽ ഇതൊന്ന് 1 മണിക്കൂർ അറ്റ്ലീസ്റ്റ് ഇതൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ മാവ് 1 മണിക്കൂറിന് ശേഷം എടുക്കുവാണ്. ദേ കണ്ടോ, ഇങ്ങനെ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അവർ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറൊക്കെ വെക്കുവാണെങ്കിൽ തന്നെ ഈ സോഫ്റ്റ്നെസ് മാവിന് കിട്ടും. ഇത്രയും സോഫ്റ്റ്നെസ് നമുക്ക് വേണം പൊറോട്ടയ്ക്ക്, നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ മാവെടുത്ത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുവാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് റോൾ ചെയ്ത് ഒന്ന് നീട്ടിയെടുത്താൽ മതി, വലിച്ചൊന്ന് എടുത്താൽ മതി. നമ്മൾ ഓരോ പൊറോട്ടയുടെയും വലിപ്പത്തിനനുസരിച്ചിട്ട്, അപ്പോൾ വലിപ്പം ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടി, ഒരേ വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഈ രീതിയിലൊന്ന് ജസ്റ്റ് നിങ്ങളുടെ ഇതിലൊന്ന് ഒരു കത്തി വെച്ചിട്ട്
ഒരേ വലിപ്പത്തിലൊന്ന് ഓരോ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇങ്ങനെ എല്ലാ പീസും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, ഇങ്ങനെ ഓരോ പീസായിട്ട് നമുക്ക് കിട്ടും. ഈ പീസിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് അകത്തോട്ടൊന്നാക്കി ഒരു ബോൾ ഷേപ്പിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം. നമുക്കത് പരത്തിയെടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. നമ്മൾ ഹോട്ടലുകളൊക്കെ കണ്ടിട്ടില്ല, ഓരോ ബോളായിട്ടാണ് ഇങ്ങനെ ഓരോ തട്ടുകടയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ ഓരോ ബോളായിട്ട് നമ്മളത് വെക്കുന്നു. അതിലോട്ട് ഇത്തിരി ഓയിലും ഒന്ന് സ്പ്രെഡ് ചെയ്യുവാണ്. ഈ രീതിയിൽ എല്ലാ പീസിനെയും ഞാനിങ്ങനെ ഓരോ ബോളാക്കി ഓയിൽ സ്പ്രെഡ് ചെയ്ത് വയ്ക്കുവാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പീസിനും ആ ഒരു ബോളാക്കി എടുത്തു. ശേഷം ഞാനിതിൻ്റെ മുകളിലോട്ടൊന്ന് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ബോൾസിലും നല്ല രീതിയിൽ ഓയിൽ പിടിക്കുന്ന രീതിയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. കൈ കൊണ്ട് ചെയ്താലും മതി. നല്ല രീതിയിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വെറ്റ് ക്ലോത്ത് കൊണ്ട് നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണം. കുറച്ചുകൂടി ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ബോൾസ് വെക്കണം. കണ്ടോ, ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇതെടുത്തു. നല്ല രീതിയിൽ ബോൾ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പരത്താൻ പോവാണ്. ഞാൻ പറഞ്ഞിരുന്നു 2 രീതിയിലാണ്. ഹോട്ടലിൽ ഉണ്ടാക്കുന്ന വീശിയുള്ള പൊറോട്ടയും അതുപോലെ തന്നെ നമുക്കിപ്പം വീടുകളിൽ ചിലവർക്ക് വീശാനൊന്നും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അത് ഏത് രീതിയിൽ നമുക്ക് ലെയർഡായിട്ടുള്ള സോഫ്റ്റ് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള രീതിയാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് വീശിയിട്ടുള്ള പൊറോട്ട ആണ് ഹോട്ടലുകൾ ഉണ്ടാക്കുന്നത്. ആദ്യം ഒരിത്തിരി ഓയിൽ നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പുറത്തോട്ട് ഒരു ബോൾ വെച്ച് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. റോളറൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള മാവായതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ ഒന്ന് കൈ അധികം ബലമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ വരും. ഈ രീതിയിലൊന്ന് പിടിച്ച് ഒരു കൈ ഈ രീതിയിലും മറ്റേ കൈ രീതിയിലും പിടിച്ച് ഇങ്ങനെ ഒന്ന് മുകളിലോട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതാണ് വീശി അടിക്കുന്ന പൊറോട്ട എന്ന് പറയുന്നത്. വീശുമ്പോൾ തന്നെ നമ്മുടെ സോഫ്റ്റ് മാവാണെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് വരും മാവ്. കണ്ടോ, നല്ല രീതിയിൽ സോഫ്റ്റ് ആവുന്നുണ്ടെങ്കിൽ മാവ് കുഴയ്ക്കുന്ന രീതി അനുസരിച്ചാണ് ഇതിൻ്റെ ഈ ഒരു അടിക്കുമ്പോൾ നമ്മുടെ മാവ് ഇങ്ങനെ വലുതായിട്ട് വരുന്നത്. കണ്ടോ, നല്ല നൈസായിട്ട് വരുന്നുണ്ട്. ഈ രീതിയിൽ എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ ലെയർ പോലെ നമുക്കിങ്ങനെ മടക്കിയെടുക്കാം. കീറിയൊന്നും കുഴപ്പമൊന്നുമില്ല, കാര്യം മൈദ അല്ലേ. അപ്പോൾ പൊറോട്ട സ്വാഭാവികമായിട്ടും വീശുമ്പോൾ അങ്ങനെ കീറാറുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചുറ്റി ഇങ്ങനെ എടുക്കണം. എടുത്ത ആ ലാസ്റ്റ് വരുന്ന ആ ഒരു ചെറിയ പീസ് നമ്മൾ അകത്തോട്ട് കയറ്റി ഒന്ന് പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ അത് പരത്തുമ്പം നമ്മളത് ലാസ്റ്റ് പൊറോട്ടയ്ക്ക് വേണ്ടി പരത്തുമ്പോൾ അത് ജസ്റ്റ് പുറത്തോട്ട് ചാടും. അതുകൊണ്ടാണ് ആ ഒരു പീസ് അകത്തോട്ട് കയറ്റി വെക്കണമെന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ വീശാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ജസ്റ്റ് ഇങ്ങനെ മാവെടുത്ത് ജസ്റ്റ് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നല്ല നൈസാക്കി മാക്സിമം എത്രത്തോളം ആ ബോൾ എക്സ്പാൻഡ് ചെയ്യാവോ ആ രീതിയിൽ അതിനെ ഫുള്ളായിട്ടൊന്ന് നമ്മളതിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് നല്ല നൈസാക്കി എടുക്കണം. കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി നമ്മൾ ആ അരികൊക്കെ ഉണ്ടെങ്കിൽ നല്ല എൻഡിങ് പോർഷനൊക്കെ നല്ല രീതിയിലൊന്ന് കൈ കൊണ്ടുവന്ന് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വീശിയെടുത്ത ആ ഒരു പരുവമായിട്ടുണ്ട്. വീശി മാവ് എടുക്കുമ്പോൾ ഉള്ള ആ ഒരു പരുവമായി കിട്ടും. അതിനുശേഷം നമ്മളൊരു നൈഫ് ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ ഓരോ പീസാക്കി കട്ട് ചെയ്യണം.
ചെറിയ 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 പീസായിട്ട് വേണം നമ്മളിതിന് കട്ട് ചെയ്യാൻ. ഇനി ആ ഫുൾ റോളിനെ നമ്മൾ ഈ രീതിയിൽ പീസാക്കി നൈഫ് കൊണ്ട് മുറിച്ചെടുത്തു. ജസ്റ്റ് എന്നിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നീക്കി അകത്തോട്ട് കൊണ്ടുപോകും. അങ്ങനെ 2 സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊണ്ടുവന്ന്, ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് കോലമാണെന്ന്. പക്ഷേ ഇതൊന്നും പേടിക്കണ്ട, കണ്ടിട്ട് ഇതാവണ്ട. കാര്യം ഇങ്ങനെ തന്നെയാണ്. ഈ രീതിയിൽ അകത്തോട്ടൊന്ന് കയറ്റി ജസ്റ്റ് അതൊന്നെടുത്തൊന്ന് വലിച്ച്, അധികം വലിക്കരുത്, ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി എടുക്കണം. ഇപ്പം തന്നെ കാണാൻ കണ്ടോ ലെയേഴ്സ് വന്നു. ഈ കട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ കൂടുതൽ ലെയേഴ്സ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ വീശി അറിയാത്തവർക്കും എളുപ്പമാർഗ്ഗമാണ് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ഒന്ന് ചുറ്റിയെടുത്ത് വെക്കണം. അപ്പോൾ 2 രീതിയിലുള്ള പൊറോട്ടയുടെയും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഒന്ന് വീശി എന്നതും അല്ലാത്ത രീതിയിലും എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എല്ലാ ബോളും ഞാനിവിടെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീശിയും അല്ലാത്ത രീതിയിലും ഞാനിവിടെ റെഡിയാക്കി വെക്കുകയാണ്. മൈദാമാവ് നമ്മൾ എത്രത്തോളം നീട്ടുന്നോ അത്രത്തോളം അത് നീളും. അതാണ് മൈദാമാവിൻ്റെ ഒരു ഗുണം. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം വെള്ളം ചേർത്തും ഓയിൽ ചേർക്കുകയാണെങ്കിൽ ഇത് മാക്സിമം നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ രീതിയിൽ നമുക്കിതിനെ കുഴച്ചെടുത്ത് ഉണ്ടാക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ എല്ലാ രീതിയിലും ഞാൻ എടുത്തു വെച്ച ബോൾസ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ആദ്യം കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുകയാണ്. ഇപ്പോഴും റോളർ ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന ആ ഒരു വലുപ്പത്തിൽ നമ്മൾ ആ പൊറോട്ടയുടെ ഷേപ്പിലൊന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൈ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി, നല്ല രീതിയിൽ റൗണ്ടായിട്ട് വരും. ഒരു വലുപ്പത്തിൽ നമുക്കിങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. പാൻ വെച്ചു, പാൻ ചൂടാകുമ്പോൾ നമുക്ക് ആ പരത്തി വെച്ച മാവ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം ഒന്ന് മറിച്ചിടണം. അത് കഴിഞ്ഞ് ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പം നല്ല രീതിയിൽ അപ്പുറം ഇപ്പുറം നല്ല രീതിയിൽ കണ്ടോ മുരിഞ്ഞ് വന്നു. അതിലോട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മറിച്ചിടുമ്പോൾ തന്നെ നല്ല രീതിയിൽ അത് മുരിഞ്ഞ് കിട്ടും. പിന്നെ തിരിച്ചൊന്ന് മറിച്ചിടണം. കണ്ടോ, നല്ല രീതിയിലൊന്ന് മുരിഞ്ഞ് നല്ല പൊറോട്ട നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ അപ്പുറത്തെ സൈഡ് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ കണ്ടോ നല്ല രീതിയിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്തു. എല്ലാ പൊറോട്ടയും ഞാനങ്ങനെ ചുട്ടെടുക്കുവാണ്. ഒരു 3 പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് 2 സൈഡ് ഓയിലിട്ട് മറിച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമുക്കിതിന് മുരിഞ്ഞ് കിട്ടും. ഞാനങ്ങനെ എല്ലാ പൊറോട്ടയും ബോൾസും ചുട്ടെടുക്കുവാണ്. കണ്ടോ, നല്ല പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. ആദ്യം ഇതിന് വെള്ളമാണ് പൊറോട്ടയുടെ ഒരു ഇൻഗ്രീഡിയൻറ്റ്. അത് കഴിഞ്ഞ് ഓയിൽ, പിന്നെ കൈകൊണ്ട് കുഴയ്ക്കുന്നത്. ഈ 3 ട്രിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സോഫ്റ്റ് ലെയർഡ് പൊറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അങ്ങനെ എൻ്റെ അവസാനത്തെ പൊറോട്ടയും റെഡിയായി കഴിഞ്ഞു. അങ്ങനെ എല്ലാ പൊറോട്ടയും റെഡിയായി. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡും ഒന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ലെയേഴ്സ് നമുക്ക് വിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. കണ്ടോ, ഈ രീതിയിൽ വേണം ഒന്ന് അടിച്ചു കൊടുക്കാൻ. എല്ലാ സൈഡും ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. കണ്ടോ, നല്ല ലെയേഴ്സായിട്ട് നമ്മുടെ പൊറോട്ട കിട്ടിക്കഴിഞ്ഞു.
കറക്റ്റ് മുരിഞ്ഞ് നല്ല ഹോട്ടലുകളിൽ കിട്ടുന്ന പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റി ലെയേർഡ് സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ആണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കമൻറ്റുകളൊക്കെ അറിയിക്കുക. ചാനൽസിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.